നത്തോലി, ഇത് മാങ്ങ പഴുത്തത്, അപ്പൊ എല്ലാവർക്കും നമ്മളെ വിശേഷത്തേക്ക് സ്വാഗതം. ഇന്നലെ നമ്മള് വിശേഷം ഉണ്ട് ഇതിലാട്ടോ. ഞങ്ങൾ കുറച്ചൊക്കെ എടുത്ത് വെച്ചിരുന്നു ഇന്നലെ പ്രതീക്ഷിക്കാതെ. പിന്നെ വേറെ കുറെ സംഭവങ്ങളൊക്കെ ആയി, അപ്പൊ പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഇന്നലെ നമ്മളൊരു സ്പെഷ്യൽ ചക്കയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പക്ഷെ എന്താ നമുക്ക് അവിടെ ഇടാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ വൈകുന്നേരം ആയപ്പോ ഇങ്ങനെ അങ്ങനെ ഇല്ലാതെ കേട്ടോ. കുറെ ആൾ ചോദിച്ചത് നമ്മളോട് എന്താ വിശേഷം അല്ലാത്തതെന്ന്. അപ്പോൾ ഇന്ന് നമ്മളിതാ നമ്മളെ വിശേഷമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടല്ലേ, അകത്തൊന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും നാട്ടിലത്തെ അവസ്ഥ തന്നെയാവൂല്ലേ? മഴയൊക്കെ ഉണ്ടേന്നോ? എല്ലാവരും വിശേഷങ്ങളും പറയണം കേട്ടോ. നമ്മുടെ വിശേഷങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട്, അഭിപ്രായമൊക്കെ കമൻ്റായിട്ട് അറിയിക്കണൊക്കെ ഉണ്ട്. നിങ്ങളെ വിശേഷം ഒന്നും ഞങ്ങൾക്ക് അറിയണില്ലല്ലോ. അപ്പോൾ കുറേ ദൂരത്തൊക്കെ എവിടേക്കോ ഉള്ള ആൾക്കാരാണ്. നമുക്ക് തമ്മിൽ ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്നൊരു ഒരു ബന്ധം വന്നതുകൊണ്ടാണ് എല്ലാവർക്കും അതിനോട് അറിയാൻ താല്പര്യം. അതാ സാധനമാണ് ഇതൊക്കെ പുല്ല് പറക്കി അവിടെ ചെയ്യണ്ട. ആ വണ്ടിയുടെ നീക്കച്ചോളാം. ഷിജിയെ, പുതിയൊരു വിശേഷം പറയാല്ലേ? വിശേഷം പറയാല്ലേ? നമ്മളെ പരിപാടി ഈ നമ്മളെ എന്താ 12-ാം തീയതി അല്ലേ നമ്മളെ നാട്ടിൽ ഉത്സവം ഉണ്ട്. 12-ാം തീയതിയാണ്. നല്ലതല്ല വേണ്ടത് പച്ചപ്പുല്ല്. അപ്പൊ അതിന് നമുക്ക് ഷിജിക്ക് ഡാൻസ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഷിജി മാത്രമല്ല, എത്ര ആളുണ്ട്? ഞങ്ങള് 300 ആൾക്കാരൊക്കെ ഉണ്ട്. മെഗാ തിരുവാതിര. അപ്പൊ ഓള് പോകണ്ട്. ഓള് വീഡിയോ എടുക്കുവാന്നൊക്കെ ചെല്ല. ഞങ്ങളവിടെ പോണില്ല. എടുക്കാൻ പറ്റുമെന്ന് എനിക്കും അറിയാൻ പറ്റില്ല. എന്താ വെച്ചാല് ഞങ്ങളെ കളി പ്രാക്ടീസാണ്. അപ്പൊ ഇന്നലെ ഞങ്ങൾ പോയി, അതാ ഞാൻ പറഞ്ഞത്. ഇന്നലെ പിന്നെ വൈകുന്നേരം ആയപ്പോൾ വിശേഷമായിട്ട് വരാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ 3 ആളെ ഞങ്ങളുടെ ടീമിൽ നിന്ന് പോയിരുന്നു. ബാക്കിയൊക്കെ അമ്പലത്തിൻ്റെ അടുത്തും ചുറ്റുഭാഗത്തും പിന്നെ അനിയേട്ടൻ്റെ അമ്മ, ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാ പ്രായക്കാരും കൂടിയിട്ട് ഒറ്റ തിരുവാതിരയാണ്, മെഗാ തിരുവാതിര. പിന്നെ ഇന്നും പോണുണ്ട്. ഇന്ന് 6 മണിക്കും 7 മണിക്കും ഉള്ളിലാണ്. അപ്പം ഞാൻ പോയി നോക്കട്ടെ, പറ്റുമെങ്കിൽ നമ്മളെ എല്ലാരെയൊക്കെ ഒന്ന് വീഡിയോ ആക്കി എടുക്കാൻ പറ്റുമെങ്കിൽ. ചോദിക്കുന്നത് എന്താ അറിയോ, ഞാൻ ഈ പുതിയ വെച്ചിട്ടില്ലേ ഈ ചെടി, അതിന്റെ ഉള്ളിലത്തെ പറിക്കാൻ പറഞ്ഞു. ഈ കരിഞ്ഞത് വെട്ടിണോ? നമ്മള് സെന്ററിന്ന് കൊടുന്ന ചെടിയാണ് കേട്ടോ അത്. ഇത് സുബിച്ചേട്ടൻ തന്ന ചെടികളാണ്. അമ്മേന്റെ കാല്. അപ്പൊ അത് കൊണ്ടുവന്നപ്പോ പല ഉഷാറിന്. ഇപ്പൊ ഈ വെയിൽ ചൂടുകൊണ്ട് മനുഷ്യൻ തന്നെ കരിഞ്ഞു നോക്കുകയാണ്. അപ്പൊ പിന്നെ ചെടി കരിയാന്നൊക്കെ നനയ്ക്കണൊക്കെ ഉണ്ട്. ബായ് കുട്ടി, നല്ല കളിയല്ലേ? ബാബി ഫ്രണ്ടുണ്ട്. അപ്പൊ നമ്മളെ തിരുവാതിര കളിയിലൊക്കെ ഉണ്ട് കേട്ടോ. 2 ആളും ഉണ്ട്. ഇന്നലെ പോന്നിട്ടില്ല. ഇന്നലെ പോരാത്തതിന് തെറ്റി കുന്ത് തട്ടി മുഖം മാട്ടി നടക്കുന്നു. ഇന്നൊക്കെ ഓക്കെ നമുക്ക് പോണെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോ ഞങ്ങൾ റെഡിന്ന് അറിയുന്നുണ്ട്. നമ്മളെ ഈ ചെടിയൊക്കെ ഉണ്ടല്ലോ, ഇവിടുത്തെ ചെടിയൊക്കെ ആകെ കേടുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാൻ നനച്ചിട്ടുണ്ട്. പക്ഷെ നനച്ചിട്ട് നമുക്ക് റെഡി ആയി നിൽക്കണില്ല, കംപ്ലൈന്റ് ആയി പോവാണ്. വേണ്ടത്ര വെള്ളം നിക്കണില്ല അതില്. അപ്പൊ നമുക്ക് എന്താ വെച്ചാല് ഇനി ഇതൊക്കെ ഇത്ര കുറച്ചുകൂടി ഇങ്ങനെ വലുതായാല് തന്നെ ജനൽ കൂടെ പുറത്തേക്ക് കാണുന്നുണ്ട് ഇതിന്റെ ഇല. പക്ഷേ ഇത് ഓവറായാലും ഇരുട്ടും. നല്ല പെയിന്റ് അടിച്ചിട്ട് അമ്മ കാട്ടുന്ന പണിയത് കൊണ്ടാട്ടം. ആ കൊണ്ടാട്ടം എന്താണെന്ന് കമന്റ് ചെയ്യാമോ? വേണ്ടാട്ടോ, റിസ്ക് എടുക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ചക്കല്ലേ, ചക്ക ചോള പറിച്ചു കഴിഞ്ഞാല് അതിന്റെ നാരില്ലേ, നമ്മളെന്താ അതിന് പറയല്, ചവണി അറിയട്ടോ, ചക്കന്റെ ചവണി. പക്ഷെ ഇത് അധികം കുറവാണ്. വണ്ണല്ല ചവണി നമുക്ക് തിന്നാൻ തന്നെ എടുക്കാം. ഇതതിന്റെ ചെറിയ ചവണി. ഒന്നും നമുക്ക് ചക്ക കിട്ടാത്തോണ്ട് അതിന്റെ ഒന്നും കളയില്ല. മുള്ളും കൂടി അമ്മ എടുത്തിട്ടുണ്ട്. എന്തിനാ മുള്ള്? ഒറ്റടിക്കിട്ട് പറയും, ഒന്നാക്കം പോലെ നിർത്തി പറയേ. അതല്ല, ഇതൊക്കെ എന്താ പിന്നെ ഇതിന് പറയാ? ഈ മുള്ളും കൂടി വേണമെന്ന് അത് നമ്മൾ ഈ ചക്ക ഒന്ന് കിട്ടിയത് ഞങ്ങക്ക് നാളെ വാസന ചക്ക. അതല്ലേ? പിന്നേതാ? അച്ഛമ്മേന്റെ ചക്കനെ കൂടി വെറുതെ വിടൂല. അപ്പൊ അത് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കിയപ്പോ അത് പിന്നെ ബാക്കി കംപ്ലൈന്റ് ചെയ്ത് പോണ്ടെന്ന് എഴുതിയിട്ട് കംപ്ലൈന്റ് ചെയ്തല്ല. ക്യാമറ എനിക്ക് എന്താ വെച്ചാൽ ക്യാമറേന്റെ മുന്നിൽ വരാത്തോണ്ട് ഒന്നും പറയാൻ കിട്ടണില്ല. കേടൊന്നും പോകണ്ട പറയാൻ എനിക്ക് നല്ലോണം കിട്ടും. പക്ഷെ എന്നോട് നിർത്തിക്ക് പറയാതെ വേഗം പറഞ്ഞു കഴിക്കണേ. അപ്പൊ അതിന് ഞാൻ സമ്മതിക്കൂല.
അപ്പൊ ഞങ്ങൾ എന്താ പറഞ്ഞോ ചക്കേന്റെ ചവിണി എല്ലാ സാധനവും എടുക്കും മുള്ളടക്കം എടുക്കുന്നുണ്ട്. ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നമുക്ക് വരും വഴിയെ കാണാം. ഷോർട്ടിലായിട്ടൊക്കെ വരും. ഇത് മാങ്ങത്തോല്, ഇത് മാങ്ങ പഴുത്തത് തോല് ഒക്കെ ഉണ്ട്. ഒക്കെ നമ്മൾക്ക് ഉപയോഗപ്രദമാണ് കേട്ടോ. നമ്മളെ വ്ളോഗ് എല്ലാവർക്കും മിച്ചുണ്ടാവും. ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കാന്ന്. പിന്നെ കൂടുതൽ ആൾക്കാർക്കും ഇങ്ങനത്തെ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ഫുള്ള് ചെയ്യണത്. നമ്മൾ പുറത്ത് പോകാനായിട്ടല്ല, ക്യാമറ പിടിക്കലില്ല. പുറത്തേക്ക് പോലും കുറവാണ്. ഇപ്പൊ എന്നോ പോയതാണ് പുറത്തേക്ക്. എല്ലാവർക്കും ബോറടിക്കും ചിലപ്പോൾ നമ്മൾ എന്ന് ഈ വിശേഷം തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ. എന്നും ഇതല്ലേ കാണാനുള്ളത്, പിന്നെന്താ ചെയ്യാ. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് കൂടുതൽ ആൾക്കാരെ മുന്നിൽ ഒരു ക്യാമറ പിടിച്ച് നമുക്ക് ശീലമല്ല, അതുകൊണ്ടാട്ടോ. അതിലുള്ള മര്യങ്ങൾ എല്ലാവരും വരാം. പിന്നെ ഞങ്ങൾ രണ്ടാളും ഇജുടിക്കി രണ്ടാളും അങ്ങോട്ടും ഇട്ടും പറയലാണ് ക്യാമറ എടുക്കാൻ. ആൾക്കാരെ മുന്നിൽ ക്യാമറ എടുക്കൂല. അപ്പൊ പിന്നെ ഷോർട്ട് വീഡിയോയിൽ ഞങ്ങൾ പോണം കാര്യത്തൊക്കെ കാണിക്കലുണ്ട്. അതാ പിന്നെ വോയിസ് ഓവർ ഇല്ല, പിന്നെ വോയിസ് ഓവർ എടുത്താൽ പോരെ. അപ്പൊ പിന്നെ ഷൂട്ട് ചെയ്ത് പോകുന്നത് വീട്ടിൽ നിന്ന് സാവധാനം നമുക്ക് പറഞ്ഞാൽ മതി. അപ്പൊ ഇന്നത്തെ കാര്യം എന്താ പറയാ, നമുക്ക് ഇപ്പൊ വേണ്ടത് എന്താ? ഇപ്പൊ നമുക്ക് വേണ്ടത് വെള്ളമാണ്. എന്ത് വെള്ളം കിട്ടിയാലും കുടിക്കണം, കുടിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ട് നമ്മളെ കാര്യം കട്ട പോകും. ഞങ്ങൾ സന്തോഷമായിട്ട് ഇന്നലെ അല്ലേ മിഞ്ഞാന്നല്ലേ ക്യാരറ്റ് ഉടനെയാണ്. ക്യാരറ്റ് ഉപ്പേരി ചിലതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് കാരണം അപ്പൂസിനും എനിക്ക് ഇഷ്ടമല്ല. ഈ ഉപ്പേരി വെച്ച സന്തോഷം വലിയ ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ ഇതുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പോകുകയാണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. മീനുണ്ട് അവിടെയൊക്കെ നിക്കാൻ പാടില്ല, പാമ്പൊക്കെ ഉണ്ടാവും. സൂക്ഷിക്കണം നമ്മൾ നല്ലോണം. പാമ്പിൻ്റെത് കേൾക്കുന്നില്ലേ, കുറേ സ്ഥലത്ത് പോയി പാമ്പ് കടിച്ചു. ഇപ്പൊ ഹോസ്പിറ്റലത്തൊക്കെ അവിടെ അതിനുള്ള മരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഹോസ്പിറ്റലത്തെ നമ്പർ തന്നിട്ടുണ്ട്. എല്ലാവരും സൂക്ഷിച്ച് വെച്ചോളിട്ടോ, ആർക്കൊന്നും വരാതിരിക്കട്ടെ. പക്ഷെ എന്നാലും കരുതിയിരിക്കുക. നമ്മള് വണ്ടൂര്, ഞങ്ങൾക്കൊക്കെ വണ്ടൂര് എല്ലാം നിലമ്പൂര് വണ്ടൂരൊക്കെ ഞങ്ങൾക്ക് എടുത്ത് അവിടുത്തെ ഹോസ്പിറ്റലത്തൊക്കെ നമ്പർ ഉണ്ട്. എല്ലാവരും ഫോണിക്ക് അയച്ചിട്ട് അപ്പൂസിന്റെ ജിമ്മ് ഷർട്ട് അയച്ച് കാണിച്ചു തരട്ടെ. നോട്ടെ ആയില്ല എന്റെ കയ്യൊക്കെ എന്നും ചോദിക്കും മസിൽ വന്നോ ഞാൻ വരുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് ഒരാളെ ബർത്ത്ഡേ പറയാണ്ട്. ഞാൻ ഫോൺ എടുത്ത് നോക്കട്ടെ. ഒന്നായത് ഇന്നലെ പറയാൻ പറഞ്ഞാണ് നമ്മളോട്. ഇന്നലെ നമുക്ക് വിശേഷം പറഞ്ഞോണ്ട് ഇന്ന് ഫോണിൽ ചോദിച്ച് പറഞ്ഞിട്ടില്ലല്ലേ. അപ്പൊ ഇന്നലെ വീഡിയോ എടുത്തിട്ടില്ലവർക്ക് അറിയാം. അപ്പൊ ഇന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പൊ എല്ലാരും വിഷ് ചെയ്യാം. വയനാട്ടിലുള്ള നമ്മളെ ശ്രീ ചേച്ചിന്റെ മോളാണ് ആത്മിക അല്ലെ. അപ്പൊ ആമി എന്ന് വിളിക്കും. അപ്പൊ എന്റെ ബർത്ത്ഡേ ആണ്. ഫോട്ടോ ഞാൻ കേട്ടോ. ഫോട്ടോ ഞാൻ അതിൽ ആഡ് ചെയ്യണ്ട. അപ്പൊ എല്ലാരും വിഷ് ചെയ്യാം. ഇന്നലെ പറഞ്ഞു നമ്മള് ഡ്രസ്സൊക്കെ എടുക്കണം കേട്ടോ. കുറെ ആൾക്കാർ നമ്പർ നമ്മളെ ഇതിലുണ്ട്. അപ്പൂസിന് ഭയങ്കര ബിസിയാണ്. ഓരോ മീനിന്റെ വെള്ളം മാറ്റിയാണ് കേട്ടോ. അവന്റെ 2 മീനെ കാണാല്ലോ. കിട്ടിയോ? അപ്പൊ ഞാൻ ഇന്ന് പറയുന്നവരോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞിട്ടില്ലല്ലേ. അപ്പൊ ഇന്ന് സർപ്രൈസ് ആയിട്ട് കണ്ടോട്ടെ. സർപ്രൈസ് ആയിട്ട് കണ്ടു. എന്നും കാണാനാണ്. ദിവസം കണ്ടില്ലെങ്കിൽ നമ്മളോട് വിളിച്ചു ചോദിക്കും. കഴിഞ്ഞ കൊല്ലം ഞങ്ങള് ഇതേമാതിരി ബർത്ത്ഡേ പറയാന് പറഞ്ഞ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞോണ്ട് എനിക്ക് ഓർമ്മയില്ല. കുറെ ആൾക്കാർ പറഞ്ഞോണ്ടേ. ഇപ്പൊ ആരും ഞങ്ങളോട് അങ്ങനെ ഒന്നും പറയില്ല. അപ്പൊ നമുക്ക് ഈ എന്താ വെച്ചാല് ചിലപ്പോ വാട്സപ്പിൽ ഇത് ചെയ്യാൻ പറ്റലില്ല, ശ്രദ്ധിക്കാൻ. അതുകൊണ്ടാണ് പറയാത്ത. ആർക്കെങ്കിലും ഉണ്ട് കേട്ടോ. ഞങ്ങള് പൈസ ഒന്നും വേണ്ട അതിന്. ഇപ്പൊ എന്താ പറയാ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയില്ലേ നമ്മള് ഫോളോവേഴ്സ്, എന്താ ബർത്ത്ഡേ പറയാൻ പൈസ വേണമെന്നൊക്കെ. അപ്പൊ പൈസ നല്ല വെറുതെ പറയട്ടോ. നമുക്ക് ചെടിയൊക്കെ തന്നില്ലേ, നമ്മളതിൽ പൈസ വാങ്ങിയിട്ടല്ല കുറെ കാര്യങ്ങള്. അപ്പൊ ആവശ്യമുള്ളവരെ അയച്ചോളി, ഞങ്ങൾ പറയണ്ട കേട്ടോ. അപ്പൊ ഞങ്ങളിന്ന് ഒരു സാധനം ഉണ്ടാക്കാണ് കേട്ടോ. അല്ലേ, ഉണ്ടാക്കിയാലോ? ക്യാരറ്റ് ഇല്ലേ, ക്യാരറ്റ് എടുത്തിട്ട് ജ്യൂസ് ഇന്നലെ ഒരുങ്ങിയിട്ടുണ്ട് ഇതിന്. പക്ഷെ ഇന്നലെ കൂടിയിട്ടില്ല. എളുപ്പമാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് കുടിച്ച് കഴിയേണ്ട സമയം കഴിഞ്ഞു. വെള്ളം മാറ്റിട്ടോ. നോക്കിട്ടോ, ആ സൈഡിൽ കൂടെ ഒക്കെ നോക്കിട്ടോ. നമ്മളെ വീടിന്റെ ചുറ്റും ഇങ്ങനത്തെ മതിലല്ലേ, കെട്ടാത്ത മണ്ണിന്റെ ചുമരല്ലേ. അപ്പൊ മട ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ പാമ്പ് വരൂലെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പച്ചി തന്നതാ. നമുക്ക് മരം ഒന്നും ഇല്ലെങ്കിലും നമുക്കെല്ലാം കിട്ടും കേട്ടോ. ചിക്കത്തെ കറി അതെന്താ ഇളക്കിട്ട് മോരുകറി ഓരോ സ്ഥലത്തേക്ക് ഓരോ രീതിക്ക് അമ്മ ഉണ്ടാക്കണേ. മോരുകറിൽ എന്തൊക്കെയാ ഇടും, മത്തനൊക്കെ ഇടും. അമ്പലത്തൊക്കെ
മോര് കറിയിൽ അങ്ങനെയൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഇടൂല. അന്നൊക്കെ ക്യാരറ്റ് കണ്ടപ്പെട്ടോ കൊറേ കണ്ടപ്പെട്ടോ. ഒരു യൂട്യൂബറാണ്. ഓളെ സെൽഫി സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിണ്ടാക്കിട്ട് 5 കൊല്ലായി അത്. എന്നാലും എത്രയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയില്ലേ. നോക്കിയ കുഞ്ഞുങ്ങൾക്ക് കൊടുന്ന പന്ത് ഇത് പറഞ്ഞു. ഈ പന്ത് കണ്ടപ്പോ ഒരു പേടി വന്നതാണ്. നമ്മളെ ക്യാരറ്റോടെ ജ്യൂസ് അടിക്കാൻ കേട്ടോ. എന്തൊക്കെയാ കാട്ടണ്ട അവിടെ. എന്തൊക്കെ പരിപാടി? പാമ്പുകൾ ഉണ്ടാവും, ശ്രദ്ധിക്കട്ടോ. അവിടെ ഷർട്ട് വെച്ചിട്ട് ബോഡി കാണട്ടെ. അടിപൊളിയുണ്ട്. എടാ അങ്ങനെയൊക്കെ നമുക്ക് ആ വെള്ളം ഇതിനെ കൊണ്ടുവരണം. എവിടെ അറിയോ? ബാക്കിലെ മുളകിനെ കൊണ്ട് പാരാം. ഇജ്ജ് ഇതിൽ മുക്കിട്ടോ, ഞാൻ പറഞ്ഞു കേട്ടോ. എന്താണ് ഞാനോടെയും പഠിച്ചില്ല. ഓനൊക്കെ മാഷന്മാരോട് ചോദിക്കൂല. അപ്പൊ ഞാൻ പറയും മാഷന്മാരോട് ചോദിക്കണം, കോച്ചിമാരോടെ. എന്താ കാരണം നമ്മളെ മസില് പല ഇപ്പൊ ഇവിടെ കളിക്കുകയാണെങ്കില് ചെസ്റ്റിന് കളിക്കുകയാണെങ്കിലേ പിന്നെ ഇത് കൂടെ ഒക്കെ പോകരുത്. അപ്പോൾ അത് പിടിക്കുന്ന രീതി ഉണ്ട്. അത് നമ്മള് ചെറിയൊരു പിടുത്തം മാറിയാല് ഒരു തന്തവരിൽ ഇങ്ങനെ പിടുത്തം മാറിയാല് മസിൽ വേറെ ശ്രദ്ധിക്കും. അപ്പൊ കാണാനായിട്ടുണ്ടല്ലോ. പക്ഷെ ഒന്നും പോയി പഠിച്ചിരുന്നല്ലോ ഫോണില്. പിന്നെ എന്തല്ലോ താല്പര്യം വേണം. എന്ത് കാര്യമാണെങ്കിൽ താല്പര്യം ഉണ്ടായി എല്ലാം ചെയ്യാം. എന്നെ പുഴുങ്ങട്ടെ, പുഴുങ്ങാൻ പോവട്ടെ ഞാന്. ഇങ്ങനെ പുളി ഉണ്ടാവും. ഇത് കുറച്ച് വെള്ളത്തിൽ പുഴുങ്ങണം. എന്തിനറിയോ? പുഴുങ്ങി നമ്മളെ ജാറിലേ പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. അതും കൂടി വിചാരിച്ചത്. പക്ഷെ പുഴുങ്ങി അതിന്റെ ഗുണങ്ങളൊക്കെ പോകുന്ന പറയുന്ന കേട്ടിട്ടുള്ളത്. എന്തുണ്ടാക്കിയാലും ഒന്നും ഉപ്പിട്ടില്ല. ഒരു ഭാഗത്ത് ഒന്നുണ്ടാക്കിയത് ഒന്ന് സാധനം അതല്ലേ ചിക്കനില് എത്ര കാലം കൂടുന്നു. ഇതന്നൊക്കെ നിച്ചണ്ടല്ലോ. ഇതെന്താ വെള്ളരിക്കണതോ? അത് 2 മാങ്ങ കിട്ടിയപ്പോ ഞാൻ ഒന്ന് അരിഞ്ഞിട്ട് നമ്മൾ കറി വെക്കുമ്പോ പിന്നെ വെള്ളരിക്കൊക്കെ വെക്കുമ്പോ അതിലിടാ മീനോ ഇതൊക്കെ ശരിയാ. ചക്കക്കുരു ഇടാ, മാങ്ങ. അറിയില്ല, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇരുട്ട് ഏകദേശം 6 മണിക്കാണ് കളി. 7 മണി തൊട്ട് ജോലിയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ജോലി കയറിയിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ച് 7 മണി വരെ യൂട്യൂബ് കാണുന്നവരുണ്ടോ? പിന്നല്ലാതെ കൊറേ ആൾക്കാര് കാണുന്നവരാ. അപ്പൊ അങ്ങനെ പോയി പഠിച്ചാലുള്ളൂ പഠിക്കുക. എല്ലാരും ഗ്രൂപ്പിൽ നിന്നിട്ട് കളിക്കണം ഒരു ടീം. ഇത് കുറച്ചാളവിടെയും കുറച്ചാളവിടെ. അത് ഇനി ഒരു വിസില് ഒന്ന് ഇതായി കിട്ടിയാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് സെറ്റ് ആക്കാനുണ്ട്. പാല് റെഡി, ഐസിന്റെ ക്യൂബ് തണുപ്പിച്ച് കുടിക്കാൻ. പാക്കറ്റ് പാലാണ് ഞാൻ. നമ്മളെ ചക്കേന്റെ ചവണീന്റെ കൊണ്ടാണ് ഞാൻ എന്ന് ജിമ്മിന് പോണു. അന്ന് ഓരോ കാര്യങ്ങളുണ്ട് ഇവിടെ. അല്ലെങ്കിൽ ബിരിയാണി, അല്ലെങ്കിൽ ബിരിയാണി വെച്ചു, പുതിയ പുതിയ വെറൈറ്റികൾ. അത് എണ്ണ കുടിക്കൂലല്ലോ. ഇത് എണ്ണ കുടിക്കതോ ഉപ്പിട്ട് പുഴുങ്ങിയതാ. ഒന്ന് കണ്ട വേവിച്ച് ഉണക്കി ഇതെന്താ പുല്ല് മാറിണ്ട്. ഇതെന്താ വയറൊന്നും അറിയില്ല. ഇങ്ങനെ വെറുതെ വെറുതെ ഇങ്ങനെ കടിക്കാട്ടോ. കട്ടൻ ചായന്റെ ഒപ്പം ഇങ്ങനെ ക്യാരറ്റിനെ അരച്ചെടുക്കാൻ പോവാണേ. അല്ല ഈ പച്ച ക്യാരറ്റ് ജ്യൂസ് അടിക്കാൻ പറ്റില്ല? ആ പറ്റും. പക്ഷെ നമ്മളെ ജാറ്, ആ ജാറിലത് വേറെ ജാറാണ്. അതിൽ അരയിനില്ല ശരിക്കും. കഷ്ണം കഷ്ണം കിടക്കുന്നുണ്ട്. അപ്പൊ അതാണ് പുഴുങ്ങിയത് കേട്ടോ. പച്ചക്ക് അരച്ചാൽ നല്ലോണം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടിട്ടോ. നല്ലോണം അരഞ്ഞിട്ട് നമുക്ക് ഇതിക്കുള്ള പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ തന്നെ കഴിച്ചു നോക്കുമ്പോ നല്ല രസമാണത്. ചക്കന്റെ മടൽ അതേപോലെ. പക്ഷെ ഇത് എണ്ണ കൂടുതലായതുകൊണ്ടേ എന്താ ചക്ക പറിച്ച മുളച്ച നല്ല രസമാണത്. ചക്ക കിട്ടുമ്പോ അതിന്റെ ആ തലയും തലയും കളയും. എന്നെ കണ്ടില്ലെന്ന് കഴിച്ചോ വേണ്ടേ? എന്നാ അവിടെ 2 വന്നതാണ്. എന്താ പെട്ടെന്ന് വന്ന് എന്നാ പോലെ കൊടുത്തോ. ഫ്രിഡ്ജിന്റെ ഇടയ്ക്കൊന്നും പോലെ വേണ്ട.
ക്യാരറ്റ് അരച്ചെടുത്തത് കുറച്ച് പഞ്ചസാരയും കൂട്ടിയിട്ട് അരച്ചിട്ടോ അതിൽ അരിയല്ലേ വിചാരിച്ചിട്ട് ഇനി പാലും വെള്ളമൊക്കെ ചേർത്ത് പാകത്തിനുണ്ട് അരച്ച്. ഈ മഴക്കാലൊക്കെ ആകുമ്പോഴേ എല്ലാവർക്കും ഇപ്പൊ എപ്പോഴും ബേക്കറി മേടിക്കാൻ കഴിയില്ലല്ലോ. ഈ ചക്കേന്റെ ചവണി ഇങ്ങനെ എടുത്തിട്ട് ചെയ്തു നല്ലതാണ്, നല്ല രസമുണ്ട് കാണാൻ രസമുണ്ട്. തടിയും കേടാവില്ല നമ്മളെ ചക്കല്ലേ. പിന്നെ എന്താ നമ്മളെ മുളക്, നമ്മളെ വീട്ടിലുണ്ടായ മുളക് കൊണ്ടാട്ട മുളക് സ്മെല്ലുണ്ട്, കുടിക്കാൻ തോന്നുന്നുണ്ട്. നമ്മളത് പറഞ്ഞിട്ട് കുടിക്കാൻ പറ്റുമോ? തണുപ്പാണ് ഞാൻ കുടിക്കും. ഇത് കുടിക്കാനല്ല. അപ്പൊ ഇതാരും മറക്കണ്ട കേട്ടോ, അത് നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നല്ല എണ്ണ നല്ലതല്ല, നമ്മള് ഫ്രഷ് അല്ലേ. അമ്മയ്ക്ക് ഐസ് കണ്ടല്ലോ. മഞ്ഞപ്പൊടി എന്ത് രസമല്ലേ സംഭവം. എന്ത് അപ്പൂസേ വാ ഐസൊക്കെ ഇട്ടു. മതി ഐസ്. നാളെ എടുത്തിട്ട് നമ്മൾ ഇട്. ഇട്ടു. അമ്മയ്ക്ക് ഐസ് ഉണ്ടോ? അപ്പം ഞങ്ങൾ മധുരമൊക്കെ എൻ്റെ ഒരു നോർമൽ മധുരട്ടെ, പക്ഷെ ഇത് മതി ഒരിക്കൽ എനിക്ക് കുറച്ച് കൂടുതൽ കണ്ടു കേട്ടോ. ആഹാ കളറൊക്കെ അമ്മ നിറച്ചെന്ന് വയ്ക്കാൻ അതിനാണ് ഐസ് ക്യൂബ് ഇട്ടത് അടിയിൽ. അമ്മേൻ്റെ ഗ്ലാസ് ഇവിടെ ഒന്നടെ കുടിച്ചിട്ട് പറയട്ടെ നമ്മളെ വീഡിയോ. നല്ല ഗ്ലാസ് ഇവിടെ വലുത് ഇതേപോലത്തെ അതല്ലേ അതാ ഇത് ഐസ് ഇടാത്തത്. അത് അമ്മയ്ക്കാ ഒരു കഷ്ണം കേട്ടോ. അപ്പോ വാ കഴിക്കൊറേ വാ നിന്നെ കുടിക്കല്ലേ. രസമുണ്ടോ? അപ്പോ ഇങ്ങോട്ട് ലൂസാക്കണം. ഞാൻ കുറച്ച് ഐസിന്റെ കട്ടിട്ട് ഐസിന്റെ ഒരു കട്ടിട്ടാണ് എന്താ കിട്ടാത്ത ഭയങ്കര രസട്ടോ. ഞാൻ മുമ്പ് ഒരു ദിവസം ഉണ്ടാക്കി കുടിച്ചിട്ട് പക്ഷെ ഓർമ്മല്ലേന്നു. ക്യാരറ്റ് ഇങ്ങനെ കണ്ടമാനം കൊണ്ടുവന്നുകൊണ്ട് ഉണ്ടാക്കിയതാണ്. കുറേ അല്ലെങ്കിൽ ഉണ്ടാക്കൊന്നുമില്ല ഉപ്പിരിച്ച് പോലെ. പക്ഷെ ഇതൊന്നും ഉണ്ടാക്കി വെക്കോട്ടോ ഞങ്ങൾ ഒരു ചിലവില്ല. പാൽപ്പൊടി പാക്കറ്റ് ഇതും ഞാൻ രണ്ടാമതും മൂന്നാമതും പറയണത് ഉണ്ടായിക്കൊണ്ടു. ഇതൊന്നും പിന്നെ പറയണ്ട. ഞാൻ കണ്ടോ കുറച്ചൊരു വെള്ളം നീട്ടി കുടിക്കാനുള്ള തേച്ചിട്ടില്ല. അപ്പൊ എന്നാല് ഇതൊക്കെ കുടിക്കട്ടെ, നാളെ കാണാം അല്ലേ. വീഡിയോ അല്ലല്ലോ എനിക്ക് വേണം. നാളെ വരാട്ടോ. എല്ലാവർക്കും ബൈ.